ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ രുചികരമായ ഒരു ഗ്രീൻ പീസ് കുറുമയാണിത്. നിങ്ങൾക്ക് ഈ കുറുമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പത്തിരിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കുറുമയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ആദ്യം ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയിട്ട് കുക്കറിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു 4-5 ബീൻസ് അരിഞ്ഞതും ഒരു കുഞ്ഞ് സവാളയും ഒരു പകുതി മതി കേട്ടോ, അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് കഷ്ണം നമ്മുടെ സവാള അത് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കിട്ടണം. അതിനായിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീൻസ് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്ത നമ്മുടെ ഒരു ക്യാരറ്റ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കറിയിലിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് കിട്ടണം നമ്മുടെ ഈ ക്യാരറ്റും നമ്മുടെ ഈ ബീൻസും. ഇനി നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് 4 വിസിലടിപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. ചൂടാറിന് ശേഷം തുറന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിൽ കിടന്നിട്ട് വേണം നമ്മുടെ ക്യാരറ്റും ബീൻസും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് ബീൻസൊക്കെ ഒന്ന് വെന്തോ എന്നൊക്കെ ഒന്നൊന്ന് നോക്കാം. ബീൻസ് വെന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ബീൻസൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു 6-7 കശുവണ്ടിപ്പരിപ്പ്, 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 2 ഏലക്ക, ഒരു പട്ട, 4 ഗ്രാമ്പു, 1/4 കപ്പ് വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. എന്നിട്ട് വേണം നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ? എന്നിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഗ്രേവി ഇതിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. ഈ പതഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മസാലകൾ ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇവയൊന്നും നിങ്ങൾക്ക് ചേർക്കാൻ കഴിയില്ലെങ്കിൽ ഗരം മസാലയുടെ പൊടി ഉണ്ടാവുമല്ലോ, അത് ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടോ നോക്കുക. തേങ്ങ അരച്ച് ചേർത്തതല്ലേ, അപ്പോൾ ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഫിനിഷിംഗ് ആയ നമുക്ക് തീയൊക്കെ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ തന്നെ നമ്മുടെ ഈ കറി ഇവിടെ തയ്യാറായി. അപ്പോൾ തീയൊക്കെ ഓഫാക്കി കൊടുക്കുക. വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. പത്തിരിക്കൊപ്പം കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കേ.